ഇറാൻ സുരക്ഷാ മേധാവി സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി അലി ലാരിജാനി കൊല്ലപ്പെട്ടെന്ന അവകാശവാദവുമായി ഇസ്രായേൽ. അലി ലാരിജാനി കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സ് പറഞ്ഞു. ബാസിറ്റ് ഫോഴ്സ കമാൻഡർ ഗോലം റേസ സുലൈമാനിയെയും മിസൈൽ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയെന്നും ഇസ്രായേൽ അവകാശപ്പെടുന്നു. ശരണ്യ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശരണ്യ, ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അഭ്യൂഹങ്ങൾ പുറത്തു വന്നിരുന്നെങ്കിൽ കൂടി ഇന്ന് ഈ കൊലപാതകത്തെ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇറാൻ. ഇന്ന് പുലർച്ചെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ പ്രധാനമായും ലക്ഷ്യമിട്ടത് ലാരിജാനിയാണെന്നും അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതായുമാണ് ഇസ്രായേൽ മാധ്യമങ്ങളടക്കം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നലെ പുലർച്ചെയുണ്ടായ ആക്രമണത്തിലാണ് അലി ലാരിജാനി കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ അവകാശവാദവുമായി ഇന്നലെ തന്നെ എത്തിയിരുന്നത്. ഇന്നലെ ഇസ്രായേലിൻ്റെ മാധ്യമങ്ങളിലടക്കം ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ വാർത്തകളൊന്നും ഇന്നലെ വരെ ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് പുലർച്ചെയാണ് ഇറാൻ ഈ വാർത്ത സ്ഥിരീകരിക്കുന്ന രീതിയിലുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ അലി ലാരിജാനി കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഇറാൻ സ്ഥിരീകരിക്കുകയായിരുന്നു. നമുക്കറിയാം, അലി ലാരിജാനി എന്ന് പറയുന്നത് ആയത്തുൽ ഖമനയ്ക്ക് ശേഷം ഇറാനിൻ്റെ ഏറ്റവും ശക്തനായ ഒരു നേതാവാണ്. അതുപോലെ തന്നെ ഇറാൻ്റെ പ്രത്യാക്രമണങ്ങളെല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടതാണ്. ഈ പ്രത്യാക്രമണങ്ങൾക്കെല്ലാം പിന്നിൽ ഈ അലി ലാരിജാനിയുടെ പ്രവർത്തനം തന്നെയാണ്. വളരെ ശക്തനായ ഒരു നേതാവാണ്, സൈന്യത്തെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു നേതാവ് കൂടിയാണ്. കഴിഞ്ഞ ദിവസം ഈ റംദാൻ മാസത്തിൻ്റെ അവസാന വെള്ളിയാഴ്ച ഇവിടെ ഇറാനിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങുണ്ട്. പാലസ്തീൻ ജനതയ്ക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്, പാലസ്തീൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വർഷങ്ങളായി നടക്കുന്ന ഒരു ചടങ്ങാണ്. ആ ചടങ്ങിൽ അലി ലാരിജാനി മുന്നിൽ തന്നെ നിന്നുകൊണ്ട്, ജനങ്ങളോടൊപ്പം ഏറ്റവും മുന്നിൽ തന്നെ നിന്നുകൊണ്ട് നയിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതായിരുന്നു അലി ലാരിജാനി അവസാനമായി പങ്കെടുത്ത ഒരു പൊതു ചടങ്ങ് എന്ന് പറയുന്നത്. ആ സമയത്ത് തന്നെ അലി ലാരിജാനിക്കെതിരെ ഇസ്രായേലും US കൃത്യമായി കൊലപ്പെടുത്തണമെന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. ഈ റാലി നടക്കുന്നതിന് തൊട്ടടുത്ത് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ഇറാൻ്റെയും അമേരിക്കയുടെയും ആക്രമണം ഇറാന് നേരെ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം തന്നെ മുന്നിൽ നിന്നും നയിച്ച ഒരു നേതാവാണ് ഇറാൻ്റെ അലി ലാരിജാനി എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തൊരു കാര്യമുണ്ട്. ഇറാൻ്റെ പ്രത്യാക്രമണം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെയും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെയും അതുപോലെ തന്നെ ഇറാൻ്റെയും വ്യോമ കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചുള്ള പ്രത്യാക്രമണങ്ങളായിരുന്നു ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പ്രത്യാക്രമണം എന്ന് പറയുന്നത് അലി ലാരിജാനിയുടെ നേതൃത്വത്തിൽ തന്നെ ഉണ്ടായതാണ്. ഇറാൻ്റെ കൃത്യമായ പ്രത്യാക്രമണങ്ങളെല്ലാം തന്നെ അലി ലാരിജാനിയുടെ നേതൃത്വത്തിൽ ഉണ്ടായതാണ്. ഇനി അലി ലാരിജാനി കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾ വരുമ്പോൾ തന്നെ ഇനി ഇറാൻ എങ്ങനെയൊക്കെ പ്രതിരോധിക്കും, എങ്ങനെയൊക്കെ ഈ യുദ്ധത്തിൽ നിന്നും ഇനി എങ്ങനെയൊക്കെ മുക്തി നേടും എന്ന ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയായിരുന്നു. നമ്മൾ ആയത്തുൽ ഖമന കൊല്ലപ്പെട്ടപ്പോൾ തന്നെ ഇസ്രയേലും അമേരിക്കയും യുദ്ധം അവസാനിപ്പിച്ച് ഒരു സന്ധി സംഭാഷണത്തിന് തയ്യാറാമോ എന്ന് തന്നെയാണ് മാധ്യമങ്ങളും ലോകവും തന്നെ ധരിച്ചിരുന്നത്. യുദ്ധം അവസാനിക്കുമെന്ന് തന്നെയാണ് ധരിച്ചിരുന്നത്. എന്നാൽ ഇറാനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയായിരുന്നു വീണ്ടും അവർ ആക്രമണം അഴിച്ചുവിട്ടത്, യുദ്ധം ഉണ്ടാക്കിയത്. ലോകമെമ്പാടും സ്തംഭിക്കുന്ന രീതിയിലുള്ള യുദ്ധങ്ങൾ ഉണ്ടാകുന്നു. ഇന്ത്യ അടക്കം അതിൻ്റെ ഭാഗമാകുന്നു. ഇന്ത്യക്കടക്കം അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥിതിയാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനി ഇറാൻ്റെ പ്രത്യാക്രമണങ്ങൾ ഏതൊക്കെ രീതിയിലായിരിക്കും എന്നതടക്കം നമുക്ക് എല്ലാവർക്കും ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇറാനും ഇസ്രയേലും അമേരിക്കയും ഈ സംയുക്തമായി നടത്തുന്ന ഒരു ആക്രമണം എന്ന് പറയുന്നത് ഇറാനെ പൂർണ്ണമായും ഇല്ലാതാക്കി അവരുടെ വരുതിയിൽ വരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സൈനിക മേധാവിയായിട്ടുള്ള അലി ലാരിജാനിക്കെതിരെ ഇത്തരം ഒരു ആക്രമണം ഉണ്ടാവുകയും അദ്ദേഹത്തെ വധിക്കുന്ന രീതിയിലേക്ക് ഇറാൻ്റെയും ഇസ്രയേലിൻ്റെയും അതുപോലെ തന്നെ അമേരിക്കയുടെയും സൈന്യം നടത്തിയിട്ടുള്ളതും. ശരി, ഇറാൻ സുരക്ഷാ മേധാവി സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി അലി ലാരിജാനി കൊല്ലപ്പെട്ടെന്ന അവകാശവാദവുമായി ഇസ്രായേൽ. ലാരിജാനി കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പുലർച്ചെ നടത്തിയ ആക്രമണത്തിൽ പ്രധാനമായും ലക്ഷ്യമിട്ടത് അലി ലാരിജാനിയാണെന്നും അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതായുമാണ് ഇസ്രായേൽ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ശരണ്യ പൊയ്യേരിയാണ് വിവരങ്ങൾ നൽകിയത്.